ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ് ക്ലാസ് ആണ്. സോ യെസ്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ നാച്ചുറൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നത് ഹീറ്റ് ട്രാൻസ്മിഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരുന്നു. അപ്പോൾ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ അല്ലേ. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കുള്ള ഹീറ്റിൻ്റെ ഫ്ലോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അവിടെ 3 മെത്തേഡ്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കണ്ടക്ഷൻ ഉണ്ടായിരുന്നു, കൺവെക്ഷൻ ഉണ്ടായിരുന്നു, ആൻഡ് നമുക്ക് എന്താണ് റേഡിയേഷനും പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടക്ഷൻ നോക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കണ്ടക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് നിങ്ങൾ അപ്പോൾ തന്നെ ആലോചിക്കേണ്ട കാര്യം, അത് നടക്കുന്നത് എവിടെയാണ്, നമ്മുടെ സോളിഡ്സിന്റെ കേസിലാണ് അല്ലെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ സോളിഡ് ആയിട്ട് നമ്മളൊരു മെറ്റൽ എടുത്തിട്ടുണ്ട്, അലൂമിനിയം മെറ്റലോ അലൂമിനിയം റോഡ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അയൺ റോഡോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു മെറ്റൽ നമ്മൾ എടുക്കുന്നു. ആ മെറ്റലിൽ നമ്മൾ ഇങ്ങനെ എന്താണ് ഓരോ പിന്ന് വീതം ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, വാക്സ് വെച്ച് നമ്മൾ അതിനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹീറ്റ് കിട്ടുന്നതിനനുസരിച്ച് നമുക്കറിയാം എന്താ ഇവിടെ സംഭവിക്കുന്നത്, ആ ഹീറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ പിന്നായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, താഴേക്ക് വീടാൻ തുടങ്ങുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹീറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുകയാണ് അല്ലെ. അതായത് ഇവിടെ ആയിരുന്നു ആദ്യം ഹോട്ട് ആയിട്ടുണ്ടായിരുന്നത്, അവിടുന്ന് ഹീറ്റ് ഇങ്ങനെ എന്ത് ചെയ്യാണ്, കൂളായി കിടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിനെ നമ്മൾ കണ്ടക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ സോളിഡ്സിന്റെ കേസിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, അതിനകത്തുള്ള ഓരോ മോളിക്യൂളും ഈ പറയുന്ന രീതിയിൽ ഹീറ്റിനെ റിസീവ് ചെയ്യുകയും അവിടുന്ന് അത് തൊട്ടടുത്ത മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഈ ഒരു മെത്തേഡ് നടക്കുന്നത് വിതൗട്ട് ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ആണ് അല്ലെ. അതായത് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നില്ല, ഡിസ്പ്ലേസ് ആവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്ത് നടക്കുന്നില്ല, മൂവ്മെന്റ് ഒന്നും നടക്കുന്നില്ല. ജസ്റ്റ് അവർ എന്ത് ചെയ്യാണ്, റിസീവ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് കൈമാറ്റം ചെയ്യുക മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ, അല്ലാതെ അവരായിട്ട് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് കണ്ടക്ഷൻ. അവിടെയായിരുന്നു നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പുവർ കണ്ടക്ടേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് കൺവെക്ഷൻ ആണ്. അപ്പൊ കൺവെക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് ലിക്വിഡ്സിന്റെയും ഗ്യാസസിന്റെയും കേസിലാണ്. അതായത് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക. കണ്ടക്ഷന്റെ അകത്ത് എന്തില്ല, ആക്ച്വൽ മൂവ്മെന്റ് ഒന്നും നടക്കുന്നില്ല അല്ലെ. പക്ഷെ കൺവെക്ഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണത്, ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ബൈ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ. അതായത് മൂവ്മെന്റ് എന്തുണ്ട് അവിടെ നടക്കുന്നുണ്ട്, അതായത് മോളിക്യൂൾസ് അവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. വിച്ച് മീൻസ് നമ്മൾ ഇവിടെ ഹീറ്റ് കൊടുത്തു, ആ ഹീറ്റ് കിട്ടുന്ന സമയത്ത് തൊട്ടടുത്തുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്തു, നല്ല ഹോട്ടായിട്ട് മാറി അല്ലെ. ആ ഹോട്ടായിട്ടുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്, അവര് മുകളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് അടുത്ത ആളുകൾ താഴേക്ക് വരികയും അഗെയിൻ ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാന്ന്. വിച്ച് മീൻസ് അവിടെ ആക്ച്വൽ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കേസിലും, കണ്ടക്ഷനിലും കൺവെക്ഷനിലും നമുക്കറിയാം മോളിക്യൂൾസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് അല്ലെ. അതായത് ഒരു മീഡിയം അവിടെ ഉണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു മീഡിയം ഇല്ലാതെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്മിഷന്റെ അതിന്റെ ഒരു പേരാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ എന്തില്ല, ഹീറ്റ് ട്രാൻസ്മിറ്റഡ് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ മീഡിയം അല്ലെ. മീഡിയത്തിന്റെ ഹെൽപ്പ് ഒന്നുമില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഹീറ്റ് ഫ്രം ദ സൺ റീച്ച് ദ എർത്ത് ബൈ റേഡിയേഷൻ അല്ലെ. ഈ പറയുന്ന നമ്മുടെ സൺ ആണ് ഇതിന്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള ഹീറ്റ് ഭൂമിയിൽ എത്തുന്നു, എർത്തിൽ എത്തുന്നു. നമുക്കറിയാം അല്ലെ, വേഗത്തിലൂടെ അത് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് അവിടെ എന്താണ്, മീഡിയം ഒന്നുമില്ല. അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് റേഡിയേഷൻ അല്ലെ. അപ്പൊ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ഈ 3 മെത്തേഡും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതിന്റെ എക്സാമ്പിൾസും മക്കൾ ഓർത്തു വെക്കുക. അപ്പൊ കണ്ടക്ഷൻ സോളിഡ്സ് ആണ്, കൺവെക്ഷൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആണ്, റേഡിയേഷൻ നമ്മൾ പറഞ്ഞു ഇടയിൽ ആരും ഇല്ല അല്ലെ, വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് എ മീഡിയം ആണ് ഈ ഒരു മെത്തേഡിൽ എന്ത് നടക്കുന്നത്, ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ സംഭവിക്കുന്ന മറ്റ് സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.